സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് പറയാൻ വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ച കാര്യം വളരെ വ്യക്തമായി കിതാബിലുണ്ടല്ലോ. ഞാൻ വായിക്കുന്നത് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയുടെ ശർഹായ ഫത്ഹുൽ ബാരിയിൽ നിന്നാണ്. അതിന്റെ 68-ാമത്തെ പേജ്. എന്താ പറയുന്നത്? നുബ്യുത്തു മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ പറയാം. സഹോദരങ്ങൾ, ഇവിടെ ഒരു പ്രയോഗം നടത്തല്ലാതെ നിർവാഹമില്ല. അതെന്താ അറിയോ? നാണം കെട്ട ഒരു പണിയാണ് ചെയ്തത്. നാണം കെട്ട ഒരു പണി. നമ്മൾ പറയലോ, ലജ്ജയില്ലായ്മയുടെ ഒരാൾ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അയാളെ മുമ്പിൽ ഇരിക്കുന്ന സാധാരണക്കാരെ എന്തിനാണ് ഇങ്ങനെ തട്ടിപ്പ് നടത്തി നിങ്ങൾ കബളിപ്പിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇരുട്ടിൽ തപ്പുകയാണ് നിങ്ങൾ, കൂരിരുട്ടത്ത് വല വീശിയിരിക്കുകയാണ്. അത് തെളിവില്ല കൂട്ടരെ, അതിന്റെ തെളിവാത്. മൂപ്പരിങ്ങനെ ഉരുട്ടി മലത്തിക്കൊണ്ടുവരാ. ദിവസം തന്നെ സ്വഹാബികൾ നിശ്ചയിച്ചിരുന്നു. ഞാനേ ആ നുബ്യുത്തു അൻ ഇബ്നു സീരീൻ മാത്രം കേൾപ്പിക്കാൻ കാരണം തരും, ദീർഘമായ ഒരു ഉദ്ധരണിയാണ്. അപ്പൊ ആ ഉദ്ധരണി ഫുള്ള് കേൾപ്പിച്ച് കാണ്ട് സമയം കളയണ്ടെന്നുള്ളത് കൊണ്ടാണ് മൂപ്പര് പറഞ്ഞത് എന്തുള്ളൂ, ഓരോ ദിവസങ്ങൾ വെച്ച് സ്വഹാബത്ത് ഇങ്ങനെ കാത്തിരിക്കുന്നു നബിനെ ഓർക്കാനും സ്മരിക്കാനും ആഘോഷിക്കാനും. പൊന്നാര ചങ്ങായിയെ, ഏത് ഫത്ഹുൽ ബാരിയെ വായിച്ചത് അറിയാട്ട് ചോദിക്കുക. ഇതാ ഫത്ഹുൽ ബാരി, ഇതാ ഫത്ഹുൽ ബാരി കിതാബുൽ ജുമുഅ. മനസ്സിലാക്കണം കേട്ടോ, കിതാബുൽ ജുമുഅ, ജുമുഅയുമായി ബന്ധപ്പെട്ട അധ്യായം. മീലാദല്ല, മീലാദുമായിട്ട് ബന്ധമല്ല. നീ ബന്ധിപ്പിക്കാനൊന്നും നിൽക്കണ്ട. എന്താ വിഷയം എന്നറിയോ? മദീനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരും മുമ്പ് മദീനത്തെ സ്വഹാബികൾ, അവർക്ക് ജുമുഅ ആണല്ലോ വെള്ളിയാഴ്ച. അപ്പൊ ആ ജുമുഅയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അവർ എന്ത് ചെയ്യണം എന്ന നിലക്കുള്ള കാര്യങ്ങൾ ആലോചിക്കണം. അപ്പോ മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ല, അദ്ദേഹത്തിൽ നിന്നാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. അഹ്ലു മദീനക്കാർ, ജമാഅ അഹ്ലുൽ മദീന, മദീനക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും മുമ്പ് തന്നെ, അവർക്ക് ജുമുഅ എത്തും മുമ്പ് തന്നെ അവരിങ്ങനെ ഒരുമിച്ച് കൂടും. അൻസാറുകൾ പറഞ്ഞു, ഇന്നലിൽ യഹൂദി യൗമൻ, യഹൂദികൾക്ക് ഒരു ദിവസമുണ്ട്, യജ്തമിഊന ഫീഹി കുല്ല സബ്അത്തി അയ്യാം, 7 ദിവസങ്ങളിൽ ഒരു ദിവസം അവരിയ്ക്കും. അപ്പോൾ അവർക്കൊരു ദിവസമുണ്ട്. നസ്രാനികൾക്ക് ഒരു ദിവസമുണ്ട്, അവരും അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് അല്ലാഹനെ ഓർക്കാൻ വേണ്ടി, അല്ലാഹനെ ഓർക്കാൻ, മനസ്സിലാക്കണേ, ഇതിനെയാണ് മൂപ്പര് കൊണ്ടുപോയിട്ട് എന്താക്കിയത്? നബിനെ ഓർക്കാൻ, വനുസല്ലിയ വനഷ്കുറ, നിസ്കരിക്കാൻ വേണ്ടി, ശുക്ർ കാണിക്കാൻ വേണ്ടി. ഫജഅലൂഹു യൗമൽ അറൂബ, അവർ വെള്ളിയാഴ്ചയെ അതിനു വേണ്ടി എടുത്തു. എന്നിട്ടോ ആ വെള്ളിയാഴ്ച ദിവസം അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അവർ ഒരുമിച്ച് കൂടി. ഫഅൻസലല്ലാഹു തആല ബഅദ ദാലിക ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ. ഇതാ സംഭവം. ഈ സംഭവത്തെ എടുത്തുകാണ്ട് ഇമ്മാതിരി നാണം കെട്ട പണി ചെയ്തല്ലോ മുസ്ലിയാരെ. നിങ്ങൾ മാപ്പ് പറയും. എന്തിനാ നിങ്ങൾ ഈ കളവ് പറയണത്? കിതാബുൽ ജുമുഅയിൽ കൊണ്ടുവന്ന ഒരു സംഭവത്തെ എടുത്തിട്ട് ഇല്ലാത്ത ആഘോഷത്തിന് വെള്ളപൂശാൻ നിങ്ങളെ നടക്കുള്ളൂ. കാരണം ഇതൊക്കെ ജൂത ക്രൈസ്തവരുടെ, ഷിയാ സൂഫി ബറേൽവികളുടെ സ്ഥിരം ഏർപ്പാടാണ്. ആ ഏർപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകും, അത് സംശയമൊന്നുമില്ല. ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് വിഷമിക്കരുത് കേട്ടോ. കിതാബിൽ പച്ച തട്ടിപ്പാണ് നടത്തിയത്, പച്ച തട്ടിപ്പാണ്. ധൈര്യം തെളിയിക്കും.